ഗുഡ് മോർണിംഗ്. നമ്മൾ ആദ്യം ഇവിടെ കാണാൻ പോകുന്നത് ത്രെട്ട് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ത്രെട്ട് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് ആ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ എന്തെങ്കിലും ലോസ് വരാൻ എന്തെങ്കിലും ഒരു സാഹചര്യം വരിക, അല്ലെങ്കിൽ ഡാറ്റയിൽ എന്തെങ്കിലും ആൾട്ടറേഷൻ വരിക, അല്ലെങ്കിൽ നമ്മളെ സിസ്റ്റത്തിൽ എന്ത് പറയുക, അതായത് നമ്മളെ ഹാർഡ്വെയർ അല്ലെങ്കിൽ നമ്മളെ ഇൻഫ്രാസ്ട്രക്ചറിൽ എന്തെങ്കിലും ഫിസിക്കൽ ഡാമേജ് വരിക, ഇതിലേത് വന്നാലും നമ്മളത് ഉൾപ്പെടുത്തുന്നത് ത്രെട്ട് എന്നുള്ള കാറ്റഗറിയിലാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പം അറ്റാക്കർ അല്ലെങ്കിൽ ഇൻട്രൂഡർ വന്നു കഴിഞ്ഞാൽ ഡാറ്റയിൽ കറപ്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്, നമുക്ക് ഡാറ്റ ലോസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയും അതല്ലാതെയും എന്ത് വരാം, ഫിസിക്കൽ ഡാമേജ് വരാം അല്ലേ നമ്മുടെ സിസ്റ്റത്തിന്. അപ്പോൾ ഇത് ഏതാണെങ്കിലും അതിന് നമ്മൾ കമ്പ്യൂട്ടർ സിസ്റ്റം ത്രെട്ട് എന്നാണ് പറയാം. Knowing how to identify computer security threat is the first step in protecting computer systems. അപ്പോൾ കമ്പ്യൂട്ടർ സിസ്റ്റം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്നത് കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ത്രെട്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതിനാദ്യം മനസ്സിലാക്കുക, മീൻസ് അത് നമുക്ക് കണ്ടെത്താൻ പറ്റുക എന്നുള്ളതാണ് നമുക്ക് ആദ്യം അറിയേണ്ട കാര്യം. അപ്പോൾ ത്രെട്ട് എന്ന് പറയുന്നത് ഇൻറ്റൻഷനൽ ആവാം, അതായത് ഒരാൾ വേണം കരുതി എന്ത് ചെയ്യാണ്, അത് നശിപ്പിക്കണം അല്ലെങ്കിൽ അത് ഇല്ലാണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന ത്രെട്ടുകളാവാം, അല്ലെങ്കിൽ ആക്സിഡൻ്റൽ ആവാം, അതായത് അബദ്ധം പറ്റാലോ ആ രീതിയിലുള്ള ത്രെട്ടുകളാവാം, അല്ലെങ്കിൽ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആവും, ഫ്ലഡ് വന്നാലോ എർത്ത് വന്നാലോ ഒക്കെ ഉണ്ടാവും, നമുക്ക് ഒരുപാട് ഫിസിക്കൽ ഡാമേജുകളൊക്കെ വരും. അപ്പോൾ അത് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആവാം. അപ്പോൾ ത്രെട്ട് എന്ന് പറയുന്നത് ഇൻറ്റൻഷനൽ ആവാം, ആക്സിഡൻ്റൽ ആവാം, അല്ലെങ്കിൽ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് കോസ് ചെയ്തിട്ടുള്ളതും ആവാം. ഇനി എന്താണ് സെക്യൂരിറ്റി ത്രെട്ട് എന്ന് നോക്കാം. is defined as a risk that which can potentially harm computer systems and organization. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിനും ഒരു ഓർഗനൈസേഷനും പൊട്ടൻഷ്യലി ഹാം ചെയ്യാൻ പറ്റുന്ന റിസ്കിനെയാണ്, ആ ഒരു റിസ്കിനെയാണ് നമ്മൾ സെക്യൂരിറ്റി ത്രെട്ട് എന്ന് പറയുക. The cause could be physical, such as someone stealing a computer that contains vital data. The cause could also be non-physical, such as virus attack. അതായത് ഈ ഒരു സെക്യൂരിറ്റി ത്രെട്ട് വരാനുള്ള റീസൺ എന്ന് പറയുന്നത് രണ്ട് രീതിയിലാവാം. ഒന്ന് ഫിസിക്കൽ ആവാം, അതായത് നമ്മൾ സിസ്റ്റം ആരെങ്കിലും എന്ത് ചെയ്യാണ്, സിസ്റ്റോ അല്ലെങ്കിൽ അതിൻ്റെ ഹാർഡ്വെയർ കമ്പോണൻസോ അതിലുള്ള ഡാറ്റയോ ആരെങ്കിലും എന്ത് ചെയ്യാണ്, കട്ടെടുത്ത് പോവുക, സ്റ്റീൽ ചെയ്യുക. രണ്ടാമത്തത് നോൺ ഫിസിക്കലാണ്, അതായത് വൈറസ് അറ്റാക്ക്. അതെന്താണ്, നോൺ ഫിസിക്കലാണ്. അപ്പോൾ ഇതിലേതുമാവാം സെക്യൂരിറ്റി ത്രെട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഫിസിക്കൽ ത്രെട്ട് എന്ന് പറയുന്നത് ഈസ് എ പൊട്ടൻഷ്യൽ കോസ് ഓഫ് ആൻ ആക്സിഡൻറ്റ് ദാറ്റ് മീ റിസൾട്ട് ഇൻ ലോസ് ഓർ ഫിസിക്കൽ ഡാമേജ് ടു ദ കമ്പ്യൂട്ടർ സിസ്റ്റം. കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് എന്തെങ്കിലും ഫിസിക്കൽ ഡാമേജോ അല്ലെങ്കിൽ എന്തെങ്കിലും ലോസോ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ കോസിനെയാണ് ഫിസിക്കൽ ത്രെട്ട് എന്ന് പറയുക. അപ്പോൾ അതിന് മെയിനായിട്ട് 3 കാറ്റഗറീസ് ആക്കി മാറ്റിയിട്ടുണ്ട്: ഇൻറ്റേർണൽ, എക്സ്റ്റേർണൽ, ഹ്യൂമൺ. ഇൻറ്റേർണൽ എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പോൾ ഫയർ, അൺസ്റ്റേബിൾ പവർ സപ്ലൈ, അതായത് സ്ഥിരത ഇല്ലാത്ത നമുക്ക് കറണ്ട്, അതേപോലെ ഹ്യൂമിഡിറ്റി, അതായത് റൂമിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഹ്യൂമിഡിറ്റി, അതിനൊക്കെ അനുസരിച്ച് നമ്മളെ സിസ്റ്റത്തിന് വേരിയേഷൻസ് വരാം. പിന്നെ പെട്ടെന്ന് ഫയർ, തീ പിടിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ, ഷോർട്ട് സർക്യൂട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാമല്ലോ. അപ്പോൾ അതൊക്കെ ഇതിൽ വരുന്നതാണ്, ഇൻറ്റേർണൽ ഫിസിക്കൽ ത്രെട്ടിൽ വരുന്നതാണ്. ഇനി അതേ സ്ഥാനത്ത് എക്സ്റ്റേർണൽ എന്താണ്, എക്സ്റ്റേർണൽ എന്ന് പറഞ്ഞാൽ ലൈറ്റ്നിങ്, മിന്നൽ, ഫ്ലഡ്, എർത്ത് അങ്ങനത്തെ ഡിസാസ്റ്ററുകളൊക്കെ വരുമ്പോൾ ഉണ്ടാവുന്ന ത്രെട്ടാണ് എക്സ്റ്റേർണൽ ഫിസിക്കൽ ത്രെട്ട് എന്ന് പറയുന്നത്. പിന്നെ ഹ്യൂമണിൽ പിന്നെ നമുക്കറിയാം തെഫ്റ്റ്, സ്റ്റീൽ ചെയ്യാം, ഇൻഫ്രാസ്ട്രക്ചറിനെ വാൻഡലിസം, പിന്നെ ഹാർഡ്വെയർ ഡിസ്റപ്ഷൻ, ആക്സിഡൻ്റൽ ഓർ ഇൻറ്റൻഷനൽ എറേഴ്സ്, മോഡിഫിക്കേഷൻ, നമ്മൾ പഠിച്ചിട്ടുള്ളത് അങ്ങനത്തെ കാര്യങ്ങൾ, അതായത് ഹ്യൂമൺ സൈഡിൽ നിന്ന് വരുന്നതൊക്കെ ഇതിൽ വരുന്നതാണ്, ഹ്യൂമൺ കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ 3 രീതിയിലാണുള്ളത്: ഇൻറ്റേർണൽ, എക്സ്റ്റേർണൽ, ഹ്യൂമൺ. അപ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം, ഫിസിക്കൽ സെക്യൂരിറ്റി കൺട്രോൾ മെഷേഴ്സ് ആ ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്യണം, എടുത്തിരിക്കണം. എങ്കിൽ മാത്രമേ ഫിസിക്കൽ ത്രെട്ടുകളിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. എന്തെല്ലാം മെഷേഴ്സാണ് നമുക്ക് എടുക്കാൻ പറ്റുക എന്നതാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓരോന്നിനും. അതായത് ഇൻറ്റേർണൽ ആണെങ്കിലും എക്സ്റ്റേർണൽ ആണെങ്കിലും ഹ്യൂമൺ ആണെങ്കിലും എന്തൊക്കെ ചെയ്യാമെന്നുള്ളത്.
ഇൻറ്റേർണൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഫയർ ത്രെഡ്സ് കുഡ് ബി പ്രിവെൻറ്റഡ് ബൈ യൂസ് ഓഫ് ഓട്ടോമാറ്റിക് ഫയർ ഡിറ്റക്ടേഴ്സ് ആൻഡ് എക്സ്റ്റിങ്ക്വിഷേഴ്സ് ദാറ്റ് ഡു നോട്ട് യൂസ് വാട്ടർ ടു പുട്ട് ഔട്ട് എ ഫയർ. അപ്പോൾ ഇങ്ങനെ ഫയർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ത്രെട്ടുകൾ വരികയാണെങ്കിൽ നമുക്ക് ഈ ഫയർ ഡിറ്റക്ടേഴ്സ് വെച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അതിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ, അതായത് അത് ഇങ്ങനെ ഒരു സൂചന, ഒരു സിഗ്നൽ നമുക്ക് തരാൻ പറ്റുന്ന ഡിറ്റക്ടേഴ്സ് യൂസ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ വെള്ളം കൊണ്ട് നമ്മൾ ആ ഫയറിനെ പുട്ട് ഔട്ട് ചെയ്യാതെ വേറെ ഏതെങ്കിലും എക്സ്റ്റിങ്ക്വിഷേഴ്സ് യൂസ് ചെയ്തിട്ട്, അതായത് വേറെ ഏതെങ്കിലും ഗ്യാസൊക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ആ ഫയറിനെ ഇനി വന്നാലും തന്നെ അതിനെന്ത് ചെയ്യാം, ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ ഈ വെള്ളം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സിസ്റ്റല്ലേ, അപ്പോൾ ഡാറ്റ ലോസ് വരും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. മറ്റുള്ളതാകുമ്പോൾ പ്രശ്നം വരില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ഫയറിൻ്റെ കാര്യത്തിൽ കൺട്രോൾ എടുക്കാം. ദ അൺസ്റ്റേബിൾ പവർ സപ്ലൈ ക്യാൻ ബി പ്രിവെൻറ്റഡ് ബൈ യൂസ് ഓഫ് വോൾട്ടേജ് കൺട്രോളേഴ്സ്. ഇങ്ങനെ സ്റ്റേബിൾ അല്ലാത്ത, വോൾട്ടേജ് കൂടിയും കുറഞ്ഞൊക്കെ നിൽക്കുന്ന പവർ സപ്ലൈനെ നമുക്ക് വോൾട്ടേജ് കൺട്രോളേഴ്സ് വെച്ചിട്ട് എന്ത് ചെയ്യാം, പ്രിവെൻറ്റ് ചെയ്യാം. എയർ കണ്ടീഷണർ, അതായത് നമുക്കറിയാം എപ്പോഴും നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന റൂമിൽ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എയർ കണ്ടീഷണർ യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. പൊതുവേ ഒരുവിധം കമ്പ്യൂട്ടർ ലാബുകളിലൊക്കെ ഹൈ ഹീറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എയർ കണ്ടീഷണർ വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇൻറ്റേർണൽ കൺട്രോൾസ് കൊടുക്കാം. എക്സ്റ്റേണൽ കൺട്രോൾസ് എന്താ? ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ സിസ്റ്റംസ് ക്യാൻ ബി യൂസ്ഡ് ടു പ്രൊട്ടക്റ്റ് കമ്പ്യൂട്ടർ സിസ്റ്റംസ് എഗെയിൻസ്റ്റ് സച്ച് അറ്റാക്സ്. അതായത് ഈ മിന്നൽ റിലേറ്റഡ് ആയിട്ടുള്ള അറ്റാക്കുകളെ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊട്ടക്ഷൻ സിസ്റ്റംസ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ സിസ്റ്റംസ് ആർ നോട്ട് 100% പെർഫെക്റ്റ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന പ്രൊട്ടക്ഷൻ സിസ്റ്റംസ് എന്ന് പറയുന്നത് 100% പെർഫെക്റ്റ് അല്ല. പക്ഷേ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാം, ലൈറ്റ്നിങ് കൊണ്ടുണ്ടാവുന്ന ഡാമേജുകൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഹൗസിംഗ് കമ്പ്യൂട്ടർ സിസ്റ്റംസ് ഇൻ ഹൈ ലാൻഡ്സ് ആർ വൺ ഓഫ് ദ പോസിബിൾ വേസ് ഓഫ് പ്രൊട്ടക്റ്റിംഗ് സിസ്റ്റംസ് എഗെയിൻസ്റ്റ് ഫ്ലഡ്. അപ്പോൾ ഫ്ലഡിൽ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അതായത് കുറച്ച് ഉയരത്തിലുള്ള ഏരിയാസിൽ നമ്മൾ ഹൗസിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ ഒന്ന് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത് എക്സ്റ്റേണലാണ്. പിന്നെ ഹ്യൂമൻ്റെ കേസിൽ വരുന്നത് തെഫ്റ്റ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡോറ് ലോക്ക് ചെയ്യാം. അതേപോലെ റെസ്ട്രിക്റ്റഡ് ആക്സസിങ് കൊടുക്കാം. എല്ലാവർക്കും കയറി നമ്മളെ റൂമിൽ കയറിയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഓതറൈസേഷനും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്കൊരു പരിധി വരെ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നോൺ ഫിസിക്കൽ അറ്റാക്കുകൾ എന്ന് പറഞ്ഞാൽ അതിലെന്തൊക്കെയാണ് വരിക? സിസ്റ്റം ഡാറ്റ ലോസ് ആവാം, അല്ലെങ്കിൽ കറപ്റ്റഡ് ആവാം. ഡിസ്റപ്റ്റ് ബിസിനസ് ഓപ്പറേഷൻസ്, അതായത് ബിസിനസ് ഓപ്പറേഷൻസ് മര്യാദക്ക് നടക്കാത്ത സിറ്റുവേഷൻ വരിക. സെൻസിറ്റീവ് ഇൻഫർമേഷൻ ലോസായി പോവുക. കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെ ആക്ടിവിറ്റീസിനെ അതായത് ഇല്ലീഗലി, അതായത് നമ്മൾ പെർമിഷൻ കൊടുക്കാതെ മോണിറ്ററിങ് നടക്കുക. സൈബർ സെക്യൂരിറ്റി ബ്രീച്ചസ് ഉണ്ടാവുക. അല്ലെങ്കിൽ ഇതേപോലെ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അതെല്ലാം നോൺ ഫിസിക്കൽ ത്രെട്ടിൽ വരുന്നതാണ്. ഇപ്പോൾ നോൺ ഫിസിക്കൽ ത്രെട്ടിന് ലോജിക്കൽ ത്രെഡ്സ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഈ നോൺ ഫിസിക്കൽ ത്രെട്ടിൽ വരുന്ന കുറേ ടൈപ്പ് നമ്മൾ തന്നെ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. വൈറസ്, ട്രോജൻസ്, വേംസ്, സ്പൈവെയർ, കീ ലോഗേഴ്സ്, ആഡ്വെയർ, ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്സ്, ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്സ്, DDoS. പിന്നെ അൺഓതറൈസ്ഡ് ആക്സസ് ടു കമ്പ്യൂട്ടർ സിസ്റ്റംസ് റിസോഴ്സസ് സച്ച് ആസ് ഡാറ്റ, ഫിഷിംഗ്, അതർ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി റിസ്ക്. ഏത് എക്സാമ്പിളാണോ ഓർമ്മയിൽ വരുന്നത് അതെല്ലാം അതിലെഴുതാം കേട്ടോ. പിന്നെ ഇതിനെതിരെ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ്. ടു പ്രൊട്ടക്റ്റ് കമ്പ്യൂട്ടർ സിസ്റ്റംസ് ഫ്രം ദ എബവ് മെൻഷൻഡ് ത്രെഡ്സ്. ഈ ത്രെട്ടുകൾക്കെതിരെ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഏതൊരു ഓർഗനൈസേഷനും അവിടെ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്, ഫിസിക്കൽ സെക്യൂരിറ്റി കൊടുക്കണം എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്, ലോജിക്കൽ സെക്യൂരിറ്റി മെഷേഴ്സ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് താഴെ പറയുന്നത്. ഫസ്റ്റത്തത്, ടു പ്രൊട്ടക്റ്റ് അഗെയിൻസ്റ്റ് വൈറസസ്, ട്രോജൻസ്, വേംസ് എക്സെട്ര ആൻ ഓർഗനൈസേഷൻ ക്യാൻ യൂസ് ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഇങ്ങനത്തെ വൈറസ്, വേംസ് അതിനൊക്കെ എതിരെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയറുകൾ നമുക്ക് യൂസ് ചെയ്യാം. ഈ ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നതിന് പുറമെ ഓർഗനൈസേഷന് കൺട്രോൾ മെഷേഴ്സും കൂടെ യൂസ് ചെയ്യാം. അതായത് ഓൺ ദ യൂസേജ് ഓഫ് എക്സ്റ്റേണൽ സ്റ്റോറേജ് ഡിവൈസസ്, അതായത് എത്രത്തോളം എക്സ്റ്റേണൽ സ്റ്റോറേജ് ഡിവൈസുകൾ യൂസ് ചെയ്യാം എന്നുള്ളത്. അതേപോലെ വിസിറ്റിംഗ് ദ വെബ്സൈറ്റ് ദാറ്റ് ഈസ് മോസ്റ്റ് ലൈക്ലി ടു ഡൗൺലോഡ് അൺഓതറൈസ്ഡ് പ്രോഗ്രാംസ് ഓൺ ടു ദ യൂസേഴ്സ് കമ്പ്യൂട്ടർ. അതായത് നമ്മളിപ്പോൾ ഒരു സൈറ്റിലേക്ക് വിസിറ്റ് ചെയ്യുമ്പോൾ അതിലൊക്കെ മെഷർ വെക്കുക, അതായത് ലിമിറ്റ് വെക്കുക. എല്ലാ സൈറ്റിലും കയറിയിട്ട് പ്രോഗ്രാംസ് നമ്മളെ സിസ്റ്റത്തിലേക്ക്
ഡൗൺലോഡ് ആവുന്നത് ഒഴിവാക്കിയിട്ട് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ട്രസ്റ്റിംഗ് ആയിട്ടുള്ള സൈറ്റുകൾ മാത്രം വിസിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു മെഷേഴ്സും കൂടെ ഈ ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയറിൻ്റെ കൂടെ എന്ത് ചെയ്യണം, ഓർഗനൈസേഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. പിന്നെ അൺഓതറൈസ്ഡ് ആക്സസ് ടു കമ്പ്യൂട്ടർ സിസ്റ്റം റിസോഴ്സസ് ക്യാൻ ബി പ്രിവെൻറ്റഡ് ബൈ ദ യൂസ് ഓഫ് ഒതൻറ്റിക്കേഷൻ മെത്തേഡ്സ്. നമുക്കറിയാം ബയോമെട്രിക്സോ സ്മാർട്ട് കാർഡ്സോ പാസ്വേഡ്സോ യൂസർ IDs ഒക്കെ വെച്ചിട്ട് ഒതൻറ്റിക്കേഷൻ മെത്തേഡ്സ് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഇങ്ങനത്തെ പ്രോബ്ലംസ് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ ഓർ പ്രിവെൻഷൻ സിസ്റ്റംസ്. ഇൻട്രൂഷൻ ഡിറ്റക്ഷനോ അല്ലെങ്കിൽ പ്രിവെൻഷൻ സിസ്റ്റംസ് വെച്ചിട്ട് നമുക്ക് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തതാണ് കമ്പ്യൂട്ടർ ക്രിമിനൽസ്. കമ്പ്യൂട്ടർ ക്രിമിനൽസ് എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യുന്നത് പല കാറ്റഗറിയിൽപ്പെട്ട ആളുകളായിരിക്കും ഈ കമ്പ്യൂട്ടർ വെച്ചിട്ട് ഈ ക്രൈം ചെയ്യുന്നത്. അപ്പോൾ അവർ അതായത് ഇപ്പോൾ ചില ടീം ഹാർഡ്വെയറിന് ചെയ്യുന്നു, ചില ടീം സോഫ്റ്റ്വെയർ, ചില ടീം ഡാറ്റയ്ക്ക് വേണ്ടി ചെയ്യുന്നു, ചില ടീം വെറുതെ അതൊരു എന്താ പറയുക, അവർക്കൊരു ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നില്ലേ. അപ്പോൾ പല കാറ്റഗറീസ് ഓഫ് ആളുകളാണ് ഈ ഒരു അറ്റാക്കിന് വേണ്ടിയിട്ട് മുതിരുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് പറയുന്നത് അമേച്ചേഴ്സ് ആണ്. ഇവരെന്താണ്, ആർ നോട്ട് കരിയർ ക്രിമിനൽസ് ബട്ട് റാദർ ആർ നോർമൽ പീപ്പിൾ. സാധാ നോർമൽ പീപ്പിളാണ്, അല്ലാതെ ഒരു കരിയർ ക്രിമിനൽസ് അല്ല. ഹു ഒബ്സർവ് എ വീക്ക്നെസ് ഇൻ എ സെക്യൂരിറ്റി സിസ്റ്റം ദാറ്റ് അലോസ് ദം ടു ആക്സസ് ക്യാഷ് ഓർ അതർ വാല്യുബിൾസ്. അപ്പോൾ ഇവരെന്താ വെച്ചാൽ നമ്മുടെ സിസ്റ്റത്തിൽ എവിടെയെങ്കിലും വീക്ക് ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് അതിലൂടെ അവർക്ക് ക്യാഷ് അല്ലെങ്കിൽ എന്തെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ തട്ടിയെടുക്കാൻ പറ്റുമോ എന്ന് നോക്കുന്ന കാറ്റഗറീസാണ്. Most computer criminals are ordinary computer professionals or users who, while doing their jobs, discover they have access to something valuable. അപ്പോൾ പൊതുവേ ഈ കമ്പ്യൂട്ടർ ക്രിമിനൽസ് എന്ന് പറഞ്ഞാൽ ഇത് ക്രൈം ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇരിക്കുന്ന ആളുകളല്ല ശരിക്കും. അതായത് ആ കാറ്റഗറി ഉണ്ട് എന്നല്ല, പക്ഷെ മെജോറിറ്റി എന്താ വെച്ചാൽ അവരിങ്ങനെ അവരുടെ വർക്ക് ചെയ്യുമ്പോൾ അവരിങ്ങനെ എന്താ പറയുക, എന്തെങ്കിലും വീക്കായിട്ടുള്ള പോയിന്റ് കാണുക, അല്ലെങ്കിൽ ഇത്രയും വലിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഡാറ്റ അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എനിക്ക് ആക്സസിങ് ഉണ്ട് എന്ന് അറിയുമ്പോൾ ഉണ്ടാവുന്ന ഇതുണ്ടാവില്ലേ, അപ്പോഴാണ് ആ തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നുക. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാണ്, അവരതിലേക്ക് ലീഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഒരു കാറ്റഗറി എന്ന് പറയുന്നത്. അടുത്തത് ക്രാക്കേഴ്സ് ഓർ മലീഷ്യസ് ഹാക്കേഴ്സ്. അതും നമ്മൾ ഒരുപാട് പഠിച്ചതാണ് അല്ലേ, സിസ്റ്റം ക്രാക്കേഴ്സ്. പൊതുവേ നമ്മൾ ഇങ്ങനെ പറയുന്ന മാതിരി സ്റ്റുഡൻസിൻ്റെ ഇടയിലൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്, എന്താണ് ഇപ്പോൾ ഇത് എന്നൊക്കെ അറിയാനുള്ള എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാണ് പൊതുവേ ആ ഒരു കാറ്റഗറി ഏജ് ടീം ഈ ഒരു ഇതിലേക്ക് ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, അറ്റാച്ച് ചെയ്യപ്പെടുന്നത്. attempt to access computing facilities for which they have not been authorized. അപ്പോൾ ഓതറൈസേഷൻ കിട്ടാത്ത ഒരു കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റീസ് എന്ത് ചെയ്യാണ്, അവരെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അതാണ് സിസ്റ്റം ക്രാക്കേഴ്സ് എന്ന് പറയുന്നത്. ക്രാക്കിംഗ് എ കമ്പ്യൂട്ടേഴ്സ് ഡിഫെൻസ് ഈസ് സീൻ ആസ് ദ അൾട്ടിമേറ്റ് വിക്ടിംലെസ് ക്രൈം. അപ്പോൾ ഒരു രക്ഷയില്ല, എന്താ വെച്ചാൽ ആ ഒരു ക്രൈമിൻ്റെതാണ്, അതായത് ഒരു സാക്ഷിയോ ഒന്നുമില്ലാത്ത ഒരു അൾട്ടിമേറ്റ് ക്രൈമാണ് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെ ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത്. ക്രാക്കേഴ്സ് എൻജോയ്, അപ്പോൾ ഇവരുടെ ഇതെന്താ വെച്ചാൽ ഒരാളതിലേക്ക് ലോഗിൻ ചെയ്യുന്നു, അതിലെന്തൊക്കെയാണ് നടക്കുന്നതെന്ന് കാണുന്നു അല്ലേ, അത് അവർക്കൊരു എൻജോയ്മെൻ്റ് ആണ്, അതായത് അവർ അതിലൂടെ സന്തോഷം കണ്ടെത്തുന്ന ഒരു ടൈപ്പ് ഓഫ് ആളുകളാണ്. മോസ്റ്റ് ക്രാക്കേഴ്സ് ക്യാൻ ഡു ദെയർ ഹാം വിത്തൗട്ട് കൺഫ്രണ്ടിങ് എനിബഡി, നോട്ട് ഈവൻ മേക്കിംഗ് എ സൗണ്ട്. അപ്പോൾ പൊതുവേ ക്രാക്കേഴ്സ് ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ അവർക്ക് എന്തൊക്കെ ഹാമിങ് വരുത്താൻ പറ്റുമോ അതൊക്കെ അവർ ചെയ്യുന്നുണ്ടാവും. ആ യൂസർ പോലും അതൊന്നും അറിയുന്നുണ്ടാവില്ല. അതേഴ്സ് അറ്റാക്ക് ഫോർ ക്യൂരിയോസിറ്റി. ചില ടീം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പൊതുവെ കുട്ടികളുടെ ഇടയിലൊക്കെ ഉണ്ടാവുന്നത് അതാണ്, ക്യൂരിയോസിറ്റിയാണ്, എന്താണ് എന്നറിയാനുള്ളൊരു ഒരു ആവേശം. അപ്പോൾ ക്യൂരിയോസിറ്റി, പേഴ്സണൽ ഗെയിൻ അല്ലെങ്കിൽ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, സ്വയം ഒരു തൃപ്തി കിട്ടാൻ വേണ്ടിയിട്ട്. ആൻഡ് സ്റ്റിൽ അതേഴ്സ് എൻജോയ് കോസ് ലോസ് ഓർ ഹാം, അല്ലെങ്കിൽ മറ്റു ചിലർ ഡാറ്റയ്ക്ക് ഹാം വരുത്താനോ അല്ലെങ്കിൽ അത് നഷ്ടപ്പെടുത്താനോ ഒക്കെ വേണ്ടിയിട്ട് ചെയ്യുന്ന കാറ്റഗറിയും ഇതിൽ വരാറുണ്ട്. There is no common profile or motivation for these attackers. അപ്പോൾ ഈ ഒരു അറ്റാക്കേഴ്സിന് ഒരു കോമൺ പ്രൊഫൈലോ അല്ലെങ്കിൽ ഒരു പ്രത്യേക മോട്ടിവേഷനാണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇനി അടുത്തത് കരിയർ ക്രിമിനൽസ് ആണ്. കരിയർ ക്രിമിനൽസ് പറഞ്ഞാൽ അവർ ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ് കമ്പ്യൂട്ടർ ക്രൈമിനെ.
Criminals begin as computer professionals who engage in computer crime, finding the prospects and payoff good. അപ്പോൾ അതിൽ വരുന്ന ഒരു ടീമാണ് ടെററിസ്റ്റ് എന്ന് പറയുന്നത്, കേട്ടിട്ടുണ്ടാവും. ദ ലിങ്ക് ബിറ്റ്വീൻ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ടെററിസം എന്താണ് എന്നുള്ളത് 3 രീതിയിൽ നമുക്ക് പറയാം. ടെററിസ്റ്റ് എങ്ങനെയാണ് കമ്പ്യൂട്ടേഴ്സ് എന്നുള്ളതിലേക്ക് വരുന്നത് എന്ന്. ടാർഗറ്റ്സ് ഓഫ് അറ്റാക്ക്. Denial of service attacks and website defacements are popular for any political organization because they attract attention to the cause and bring the undesired negative attention to the target of the attack. അപ്പോൾ ഈ ടെററിസം എന്നുള്ളത് കേട്ടിട്ടുണ്ടാവും അല്ലേ, തീവ്രവാദം എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ അതും ഈ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ട് എങ്ങനെ വരുന്നു എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അറ്റാക്കിന് ഒരു ടാർഗറ്റ് എന്നുള്ള കാറ്റഗറിയിൽ പറയാം. അതായത് ഇപ്പോൾ ഈ ഇപ്പോൾ മെയിനായിട്ട് പൊളിറ്റിക്സ് റിലേറ്റഡ് ആയിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ വരിക അല്ലേ. അപ്പോൾ ഈ പൊളിറ്റിക്കൽ ഓർഗനൈസേഷന് അവർക്ക് പല വെബ്സൈറ്റുകളും അവർ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അതേപോലെ അവർക്ക് കിട്ടേണ്ട സർവീസുകൾ എന്ത് ചെയ്യുക, തടസ്സപ്പെടുത്തുക, ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക്. അങ്ങനെ അൺഡിസൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ലീഡ് ചെയ്യപ്പെടാത്ത സൈറ്റിലേക്ക് എന്ത് ചെയ്യാണ്, ആ ഒരു നമുക്ക് ആവശ്യമില്ലാത്തൊരു ഡാറ്റയിലേക്ക് നമ്മൾ ലീഡ് ചെയ്യപ്പെടുക. അങ്ങനെ എന്തെല്ലാം അവർക്ക് ആ ഒരു സർവീസിൽ ബ്ലോക്കിംഗ് ഉണ്ടാക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്യാം ടെററിസ്റ്റുകൾക്ക്. അതാണ് ടാർഗറ്റ്സ് ഓഫ് അറ്റാക്ക് എന്നുള്ള സെക്ഷനിൽ പറയുന്നത്. അടുത്തത് പ്രൊപ്പഗാൻഡ വെഹിക്കിൾസ് ആണ്. വെബ്സൈറ്റ്സ്, വെബ്ലോഗ്സ് ആൻഡ് ഇമെയിൽ ലിസ്റ്റ് ആർ ഇഫക്റ്റീവ്, ഫാസ്റ്റ് ആൻഡ് ഇൻഎക്സ്പെൻസീവ് വേസ് ടു ഗെറ്റ് എ മെസ്സേജ് ടു മെനി പീപ്പിൾ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വെബ്സൈറ്റിലൂടെ അല്ലെങ്കിൽ വെബ് ലോഗിലൂടെ ഇമെയിൽസിലൂടെയൊക്കെ എന്ത് ചെയ്യാം, നമുക്കറിയാം ഇതൊക്കെ എന്താണ് ഇഫക്റ്റീവായിട്ടും ഫാസ്റ്റായിട്ടും അധികം ക്യാഷിൻ്റെ ചിലവൊന്നും ഇല്ലാതെ ഒരുപാട് ആളുകൾക്ക് നമുക്ക് ഡാറ്റാസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന മെക്കാനിസംസ് ആണല്ലേ. അപ്പോൾ ഇതിലൂടെ ഇവർക്ക് എന്ത് ചെയ്യാം, അവർക്കും ഇതിലൂടെ ഇതൊരു ടൂളായിട്ട് യൂസ് ചെയ്യാം. ഈ ടെററിസ്റ്റുകൾക്കും പല കാര്യങ്ങളും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ മെത്തേഡ്സ് ഓഫ് അറ്റാക്ക്. ടു ലോഞ്ച് ഒഫെൻസീവ് അറ്റാക്സ് റിക്വയേഴ്സ് യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ, ഒഫെൻസീവ് അറ്റാക്കുകൾ ലോഞ്ച് ചെയ്യുന്ന സെക്ഷനാണ് മെത്തേഡ്സ് ഓഫ് അറ്റാക്ക് എന്ന് പറയുന്നത്. അതായത് പല മെത്തേഡുകൾ യൂസ് ചെയ്തിട്ട് സിസ്റ്റത്തിന് എന്ത് ചെയ്യുക, അറ്റാക്ക് ചെയ്യാം. We cannot accurately measure the amount of computer-based terrorism because our definitions and measurements tools are rather weak. Still, there is evidence that all 3 of these activities are increasing. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്കിതിലൊന്നും ഒരു വ്യക്തമായിട്ടുള്ള ഡെഫിനിഷൻസ് ഒരിക്കലും നമുക്ക് ഈ ടെററിസം റിലേറ്റഡ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന മെഷേഴ്സിലാണെങ്കിലും കൺട്രോൾസിലാണെങ്കിലും ഒക്കെ ഇപ്പോഴും എന്താണ്, അതൊക്കെ വീക്കാണ്, വൾണറബിൾ ആയിട്ടുള്ളത് തന്നെയാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇവരുടെ ഡേ ബൈ ഡേ ഇവരുടെ ആക്ടിവിറ്റീസ് ഈ പറഞ്ഞ എല്ലാ ഏരിയാസിലും കൂടുക എന്നല്ലാതെ നമുക്കതിൽ പ്രത്യേകിച്ച് വലിയ ഒരു കൺട്രോളിങ് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നതാണ്, ഇതൊക്കെയാണ് അതിൽ, അല്ലെങ്കിൽ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡെഫിനിഷൻസ് എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് ഇതുവരെ എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഇത്രയാണ് കമ്പ്യൂട്ടർ ക്രിമിനൽസിൽ വരുന്നത്. താങ്ക് യു.